നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ ആ കസേരയിലേക്ക് ആര് വരുമെന്ന ചോദ്യങ്ങൾ ശക്തമായിരുന്നു. ചില പേരുകളൊക്കെ ഉയർന്നു കേട്ടു. അതിൽ പ്രധാനമായി ഉയർന്നു കേട്ട പേര് അബിൻ വർക്കിയുടേതായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അബിൻ വർക്കി ചിത്രത്തിൽ പോലുമില്ല, മറിച്ച് നമുക്കറിയാം ജനീഷാണ് ആ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അബിൻ വർക്കിയെ തഴഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഐ ഗ്രൂപ്പ് ഇടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ മാത്രമല്ല ഈ ഒരു പ്രതിസന്ധി അതൊരു കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ എന്താണ് രാജേന്ദ്രൻ സാർ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് അബിൻ വർക്കി ഉന്നയിച്ചൊരു കാര്യമുണ്ട്, താൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ തന്നെ മാറ്റി നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജേന്ദ്രൻ സാർ എന്താണ് ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം? തികച്ചും ന്യായമായിട്ടൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു പോകും. കാരണം ആ സ്ഥാനത്തേക്ക് വരും എന്ന് കരുതിയിരുന്ന ആൾ. എന്നാൽ നമ്മളിപ്പോൾ ഹരിത പ്രതാപ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വരുമെന്ന് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. കോൺഗ്രസ്സിലൊരു വലിയൊരു തരംഗമായിട്ട് മാറാൻ ഹരിത പ്രതാപിനെ വെച്ചിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. കായംകുളത്ത് ഒരു പാൽക്കാരിയായിട്ട് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരി, അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ, രാഹുൽ ഗാന്ധി പോലും വന്ന് കണ്ട ആൾ. അവരൊക്കെ ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ ദുഷ്പേര് ഒക്കെ നല്ല പേരാക്കി മാറ്റാനും ഒക്കെ കഴിയുമായിരുന്ന അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന തീരെ അപ്രസക്തനായിട്ടുള്ള OJ ജനീഷ്, പത്രത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ, ചിത്രത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ നിയമനത്തെ ന്യായീകരിക്കുന്നത് K. മുരളീധരനാണ്. K. മുരളീധരൻ പറയുന്നത് എല്ലാ അഭിപ്രായങ്ങളും എല്ലാ വശങ്ങളും മാനിച്ചാണ് ഹൈക്കമാൻഡ് ഞങ്ങളാരുമല്ല ഹൈക്കമാൻഡ് ഇദ്ദേഹത്തെ തീരുമാനിച്ചതെന്നാണ്. ഇനി എന്താണാവോ ഈ എല്ലാ വശങ്ങളും എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. എന്തായാലും മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോൾ നൊബേൽ സമ്മാനം കിട്ടേണ്ട സ്ഥിതിയിലാണ് ഹൈക്കമാൻഡ് എന്ന് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് സണ്ണി ജോസഫിനെ പിടിച്ച് KPCC പ്രസിഡന്റ് വെച്ച തീരുമാനം. മണ്ടൻ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രസിഡന്റ് അല്ല കോൺഗ്രസിന് വേണ്ടിയില്ല. ചടുലമായിട്ടും വളരെ സ്മാർട്ടായിട്ടും K. മുരളീധരനായിരുന്നെങ്കിൽ വെൽക്കമായിരുന്നു. അതുപോലൊരു നേതാവിനെയാണ് ഉണ്ട്. ഞാൻ കേരള മുരളീധരനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തോട് ഇപ്പോൾ വിയോജിച്ചുകൊണ്ട് തന്നെ ഈ K. മുരളീധരൻ തന്നെയാണ് അന്ന് പറഞ്ഞ പത്രത്തിൽ കണ്ടെങ്കിലും ജനങ്ങൾക്ക് പരിചയമുള്ള ഒരാളിനെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വെക്കണമെന്ന് എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്സുകാരനല്ലാത്ത ഞാനും പറയുന്നത്. പത്രത്തിൽ കണ്ടെങ്കിലും ജനങ്ങൾക്ക് പരിചയം ഒരാൾ, ദുഷ്പേര് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉണ്ടാക്കി പേര് കേട്ട ആളിനെ അല്ല, ശരിക്കും സൽപ്പേരുണ്ടാക്കി തന്നെ ആളുകൾ അറിയുന്ന ശ്രദ്ധേയനായ പരിവേഷം കാണിച്ച ഒരാളിനെയായിരുന്നു കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അതിന് പറ്റിയ ആളായിരുന്നു അബിൻ വർക്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒന്നും അല്ലെങ്കിൽ ചർച്ചകളിലെങ്കിലും വളരെ നന്നായിട്ട് സാമർത്ഥ്യത്തോടു കൂടി പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ത്യചർച്ചകളെന്ന് പറയുന്നത് നമ്മൾ കളിയാക്കിയിട്ട് കാര്യമില്ല. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ താല്പര്യമുള്ള ജനങ്ങൾ വൈകുന്നേരം, പ്രത്യേകിച്ച് പുരുഷന്മാർ, സ്ത്രീകൾ സീരിയൽ കാണുവാണെങ്കിൽ പുരുഷന്മാർ കാണുന്ന ഒന്നാണ് ഈ അന്തിച്ചർച്ച എന്ന് പറയുന്നത്. പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ്, കോമിക് വാല്യൂ ഒക്കെ ആയിരിക്കും അതിനാവുള്ളൂ. അതിൻ്റെ രസം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ആഴത്തിലേക്ക് രാഷ്ട്രീയത്തിലെ ഒരു ചർച്ചയും പോകുന്നില്ലെന്നുള്ള അഭിപ്രായക്കാരനുമാണ് ഞാൻ. പക്ഷേ അങ്ങനെയെങ്കിലും ഒരു പരിചയം, സ്വന്തം പാർട്ടിയെ പ്രതിരോധിക്കാനെങ്കിലും ഉള്ള ഒരു കഴിവ്, വാക്സാമർത്ഥ്യം, ലങ് പവർ, ഇതെല്ലാം ഉള്ള ഒരാൾ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് അങ്ങനൊന്നും ഇല്ലാത്ത ഒരാളിനെ വെച്ച് എന്തിനാ ജനീഷിനെ വെച്ചു? എനിക്ക് ഇവരുടെ ഒന്നും മതമൊന്നും എനിക്കറിയില്ല, എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്താറൊന്നുമില്ല, അങ്ങനെയുള്ള താല്പര്യങ്ങളുമില്ല. പക്ഷേ വർക്കി ചോദിച്ചത് കോൺഗ്രസിൻ്റെ മുഖത്തടിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹം ഒരു വർഗീയവാദിയൊന്നുമല്ല. എൻ്റെ കുറ്റം എന്താണ്? കാരണം അബിൻ വർക്കി നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തത് അദ്ദേഹത്തിനൊരു നിരാശയുണ്ടായി. ഇതെന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ കോൺഗ്രസിന് അവിടെ മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ പോയിൻ്റ് കുറയുക. എപ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് തന്നെ അവർ സെൽഫ് ഗോളുകൾ അടിക്കുകയാണ്. സണ്ണി ജോസഫിനെ വെച്ചതൊരു സെൽഫ് ഗോൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ പടനീക്കം നടത്തിയത് മറ്റൊരു സെൽഫ് ഗോൾ. ഇപ്പോൾ ഈ ശബരിമല വിഷയം ശക്തമായിട്ട് ഒരു പ്രതിഷേധമായിട്ട് ഇരമ്പാത്തത് അവരുടെ വലിയൊരു സെൽഫ് ഗോളാണ്. ഇതും കൂടാതെ ഇപ്പോൾ അബിൻ വർക്കി നടത്തിയ പത്രസമ്മേളനം സെൽഫ് ഗോൾ അടിച്ചു കൂട്ടുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ്. എനിക്കിപ്പോൾ കോൺഗ്രസിനോട് വലിയ ഭക്തി ബഹുമാനങ്ങളൊന്നുമില്ല. കോൺഗ്രസിൻ്റെ നയങ്ങളോടും രാഹുൽ ഗാന്ധിയുടെ നയങ്ങളോടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നയങ്ങളോടും താല്പര്യമുള്ള ഒരു നിരീക്ഷകനും അല്ല ഞാൻ. പക്ഷേ പിണറായി വിജയൻ വീണ്ടും ഒരിക്കൽ കൂടി വന്നാൽ ഈ കേരളം കുട്ടിച്ചോറായി തീരും. ശബരിമലയിലെ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റി വേറൊരു വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഇത് നല്ലതല്ല. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ കാവൽ ദൈവമാണ് എന്ന് മതത്തിന് അതീതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ആഭരണം വരാതിരിക്കാൻ വേണ്ടി, ആഭരണമല്ല, ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് അവിടുന്ന്, ആ ഭരണം അത് ദാറ്റ് റൂൾ എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും വരരുത്. അല്ല, ആഭരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തിരിക്കും, ആഭരണത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്, ആ ഭരണം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ കേരളീയരുടെ ഒരാവശ്യമാണ്. ആ കേരളീയരുടെ ആവശ്യത്തെ ഒരു മൂർത്ത രൂപത്തിലാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് അവസാനം കൊണ്ടിട്ട് സ്വയം പരാജയപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയായിട്ട് കെ മുരളീധരൻ എത്ര പ്രതിരോധിച്ചാലും എനിക്കിത് കാണാൻ പറ്റൂ. ഇവിടെ അബിൻ വർക്കിയെ തന്നെ ആക്കാമായിരുന്നു. എന്തായിരുന്നു തടസ്സം? എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട്. എന്താ കുഴപ്പം ഈ അബിൻ വർക്കിക്ക്? അതൊന്ന് പറയൂ. എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് ഇതിന് ചുറ്റും നടന്ന് നോക്കുക. ഇതെന്താ കാളച്ചന്തയാണോ? കാളച്ചന്ത, കാളിൻ്റെ വാല് പിടിച്ച് നോക്കും, പല്ല് പിടിച്ച് നോക്കും. അതുപോലെ നോക്കിയാണ് നിങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. എനിക്ക് മനസ്സിലാവുന്നത് എന്ത് ഹൈക്കമാൻഡാണിത്, എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഇത് ഒന്നേ ഉള്ളൂ വിശദീകരണം. അതായത് KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഒരാളിനെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമമാണിത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത്. KC അപ്പോൾ അദ്ദേഹം പതുക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കലാണ്, നിലമൊരുക്കലാണ് നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പക്ഷേ കോൺഗ്രസ്സിന് ഇനി അടുത്ത തവണ കോൺഗ്രസ്സിന് അധികാരത്തിൽ വന്നിട്ടല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. ചുവരുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ആ ചുവര് നിങ്ങൾ മായ്ച്ചു കളയുക, ഇല്ലാതാക്കുകയാണ്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. വല്ലാത്ത ഒരു വിധി, വല്ലാത്ത ഒരു ദുർവിധി തന്നെയാണ്. നേതൃത്വമില്ലാത്ത, കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ, നങ്കൂരമില്ലാത്ത, പങ്കായമില്ലാത്ത തോണി പോലെ പോവുകയാണോ കോൺഗ്രസ്? ഇങ്ങനെയാണോ വേണ്ടത് ഈ സന്ദർഭത്തിൽ? എനിക്കറിയില്ല. വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം അവർ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി ആയതുകൊണ്ട്, കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല. വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു ദുഷ്ഭരണത്തെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ടുള്ള യാത്രയല്ല നടത്തുന്ന ഒരു പശ്ചാത്ഗമനമാണ്, പിന്നോട്ടുള്ളൊരു യാത്രയാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു. സർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പിറ്റേ ദിവസങ്ങളിൽ അവർ വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം വന്ന ഒരു ആരോപണം, അതായത് അബിൻ വർക്കിക്കെതിരെ വന്ന ഒരു ആരോപണം, അബിൻ വർക്കി കട്ടപ്പയാണ്, പിന്നിൽ നിന്ന് കുത്തി, രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തി എന്നതടക്കമുള്ള ഒരു ചർച്ചകൾ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി അത്തരത്തിലൊരു കട്ടപ്പ ആയതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ അബിൻ വർക്കി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ മാറ്റി നിർത്തിയത്? അതിന് പിന്നിൽ ഷാഫിയുടെ ഒരു പക്ഷത്തിൻ്റെ ഒരു കളി കൂടി ഉണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണം? ഷാഫി പറമ്പിൽ ഇപ്പോൾ ഇതിൽ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പേരാമ്പ്ര വെച്ചിട്ട് കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള സ്വയം ബലിദാനം നടത്തിക്കൊണ്ട് അതുപോലെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നത്. അതൊരു നല്ല പോയിന്റ്. അദ്ദേഹം ഗോളാണ് അടിച്ചത്, സെൽഫ് ഗോൾ അല്ല എന്നാണ് എനിക്ക് പക്ഷം. അദ്ദേഹത്തിന് ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെ പിന്നിൽ വേണുഗോപാൽ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വേണുഗോപാലാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് പറയുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ഒന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതാവില്ലാത്തതിൻ്റെ വലിയൊരു ദാരിദ്ര്യം കോൺഗ്രസ്സിന് ഇപ്പോൾ ഉണ്ട്. ആ നേതൃദാരിദ്ര്യമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഫലിച്ച് കാണുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ലീഡേഴ്സ് ഇല്ല, ഡീലേഴ്സ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായ തീരുമാനങ്ങളാണ്, പാളിപ്പോകുന്ന തീരുമാനങ്ങൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി പോലെ പാളിപ്പോകുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് പകരം ചെമ്പാണ് തീരുമാനമെടുത്തിരുന്നത്. ഗോൾഡൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതിന് പകരം കോപ്പറായിട്ടുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് അല്ല അവയൊന്നും തന്നെ. സംസ്ഥാന KPCC പ്രസിഡൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇതിലും ഭേദം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു തോന്നുന്നു. ഒന്നുമല്ലെങ്കിൽ അബിൻ വർക്കി ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം കൂരമ്പായിട്ട് ചെന്ന് തറയ്ക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളിൽ മാത്രമല്ല, ഇവിടെ സഭാപിതാക്കന്മാരുണ്ട്, അവരുടെ നെഞ്ചിൽ കൂടിയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അപ്പം മറുവശത്ത് അവരെ ക്രിസ്തീയ എയ്ഡഡ് വിദ്യാലയങ്ങളിലും ഈ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാരുടെ നിയമനത്തിൽ അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നുള്ളൊരു തിട്ടൂരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ദിവ്യാംഗരെന്ന് പറയുന്ന ഒരു സംഘടിത വോട്ട് വാങ്ങൽ, ദിവ്യാംഗർക്കൊന്നും കൊടുക്കണ്ട, എന്നാലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ LDF പോകുമ്പോൾ ക്രിസ്ത്യൻ മനസ്സ് തീർച്ചയായിട്ടും LDFിനോടൊപ്പം നിൽക്കും. അബിൻ വർക്കിയുടെ ഈ വാക്ക് സഭകളെ, പിതാക്കന്മാരെ, അൽമായരെയും വൈദികരെയും കോൺഗ്രസ്സിനെതിരാക്കി തീർക്കില്ലേ? അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും. അബിൻ വർക്കിയെ ആക്കിയാൽ എന്തായിരുന്നു കുഴപ്പം?
ഇപ്പം അബിൻ വർക്കിക്ക് വെറുതെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അങ്ങനെ ഒരു വേർതിരിവ് നേരിടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അബിൻ വർക്കി ആ ഒരു ചോദ്യം ചോദിച്ചത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ തന്നെ ഇങ്ങനെ ഒഴിവാക്കിയത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ് അബിൻ വർക്കി. അപ്പോൾ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ അത് ബാധിക്കും, ഒരു മങ്ങലേൽപ്പിക്കുന്ന ഒരു ആരോപണം തന്നെയാണ് അല്ലേ? ആണ്. എനിക്കിപ്പോൾ തോന്നുന്നത് സണ്ണി ജോസഫിനെ ആക്കി അവിടെ തന്നെ തെറ്റുപറ്റി. സണ്ണി ജോസഫിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബിൻ വർക്കിയെ ഇവിടെ ഒഴിവാക്കിയത്. 2 ക്രിസ്ത്യാനികൾ കോൺഗ്രസിൻ്റെ നേതൃത്വ തലത്തിൽ വേണ്ട, മനസ്സിലായോ? അപ്പോൾ അതിനുവേണ്ടി ചെയ്താൽ അതാണ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സണ്ണി ജോസഫിനെ KPCC പ്രസിഡൻ്റാക്കി വെച്ചത് മുതൽ തുടങ്ങിയ തെറ്റുകളാണ്. തെറ്റുകളുടെ പരമ്പര ആവർത്തിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസ്സിൽ. ഇത് പരാജയത്തിൻ്റെ വഴിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അതെ അറിയാമല്ലേ എന്ന് പറയുന്നത് പോലെ തെറ്റായ പാതയാണ് നിങ്ങൾ പിന്തുടരുന്നത്. ദ റോഡ് നോട്ട് ടേക്കൺ അതാണ് അവിടെ പറ്റിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണത്. അല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തെളിയിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ തെറ്റായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ജനങ്ങളുടെ കുഴപ്പമൊന്നുമല്ലത്. ജനങ്ങൾ LDFിനോട് ഒരിക്കലും നിൽക്കുന്നില്ല ഒപ്പം. പക്ഷേ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രതിപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയില്ലെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. നിങ്ങൾ ജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. വിജയിക്കട്ടെ, പരാജയപ്പെടാതിരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ വളരെ ആശങ്കയാണിപ്പോൾ. അബിൻ വർക്കി പോലും നിങ്ങൾക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എപ്പോഴും നിങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അബിൻ വർക്കി പോലും എൻ്റെ മതമാണ് അസ്ഹറുദ്ദീൻ പണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ബാലിശമാണ് ചോദ്യമെങ്കിലും അത് പലരുടെയും ചങ്കിക്കൊള്ളും. അസ്ഹറുദ്ദീൻ പറഞ്ഞ പിന്നല്ലല്ലോ അദ്ദേഹം പാർട്ടിയൊക്കെ ഉണ്ടാക്കിയത്. അസ്ഹറുദ്ദീൻ എന്ന് പറയുന്ന ഇന്ത്യൻ ക്യാപ്റ്റനും ഇത് തന്നെ ചോദിച്ചാൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അന്ന് വലിയ എതിർപ്പൊക്കെ ഉണ്ടായി. പക്ഷേ അബിൻ വർക്കിയുടെ കാര്യം അത്ര എതിർപ്പുണ്ടാക്കുന്നില്ല, അതും ശ്രദ്ധിക്കണം. കാരണം വർഗീയമായിട്ടൊരു വിദ്വേഷവും വിഷവും ആളിക്കത്തിക്കുന്നവരല്ല ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അത് വളരെ ഡിപ്ലോമാറ്റിക് അവരുടെ ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ഭീകരരെ അവർ സൃഷ്ടിക്കാറില്ല, അവരുടെ മതം സൃഷ്ടിക്കാറില്ല, അനുകൂലിക്കാറില്ല. സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണത്, സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണത്, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ ആ സമൂഹത്തിന് ഒരു വ്രണം നിങ്ങൾ വെറുതെ സമ്മാനിച്ചു. എന്തുകൊണ്ട്? സണ്ണി ജോസഫിനെ ആദ്യം അവിടെ എടുത്തു വെച്ചതുകൊണ്ട്. ആ സ്ഥാനത്ത് സുധാകരനെ തുടരാൻ അനുവദിക്കുകയും പേഴ്സണൽ ഈഗോയുടെ പേരിൽ പുറത്താക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കാമായിരുന്നു. അപ്പോൾ അത് ബാലൻസ്ഡ് ആയിനെ. അപ്പോൾ ആശാന് പിഴച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്കും പിഴയ്ക്കും എന്ന് തന്നെയാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ സാറിനൊരു നിരീക്ഷണത്തിൽ എന്തുകൊണ്ടായിരിക്കാം അബിൻ വർക്കി ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാത്തത്? ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം. അബിൻ വർക്കി അതിനുള്ള ഉത്തരം ഞാൻ പറയാം. കോൺഗ്രസ്സുകാരും പറയത്തില്ല, താങ്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ. എന്താ കാര്യം? സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയിരിക്കാൻ പാടില്ല. അതിൻ്റെ ബാലൻസ് കൊണ്ടുവരാനല്ല, വർഗീയമായിട്ടുള്ള നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല. അവിടെ ഒരു ബാലൻസ് വേണം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ഇവർ രണ്ടും കൂടെ ക്രിസ്ത്യാനി ആയാലെങ്ങനെ? അപ്പോൾ എല്ലാവരെയും ബാലൻസ് ചെയ്യുകൊണ്ട് അവരെടുത്ത ഒരു തീരുമാനമാണ്. പക്ഷേ അക്കിടി പറ്റിയത് KPCC പ്രസിഡന്റിനെ മാറ്റിയതിലാണ്. K. സുധാകരൻ അവിടെ ഇരുന്നാണെങ്കിൽ അബിൻ വർക്കി ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നേനെ, സംശയമൊന്നുമില്ല. അവിടെയാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വന്നേനെ താങ്കൾ. അല്ലെങ്കിൽ സണ്ണി ജോസഫ് അവിടെ ഇരിക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടത് ജനേഷിനെ അല്ല, അരിതാ ബാബുവിനെ കൊണ്ടുവരുമായിരുന്നു. എങ്കിൽ അബിൻ വർക്കി ഈ പത്രസമ്മേളനം നടത്തി നിങ്ങളെ കോൺഗ്രസിനെ നാറ്റിക്കില്ലായിരുന്നു. അവിടെയാണ്, അതാണ് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. സർ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ K. സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് ഉചിതമായ സമയത്ത് തന്നെയാണോ മാറ്റിയത്? മാറ്റേണ്ടിയിരുന്നോ? ഇല്ല, തെറ്റാണ്. അവിടെ തൊട്ട് തുടങ്ങിയ തെറ്റ്. അവിടെ തൊട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാറ്റട്ടെ, ഒരു കുഴപ്പമില്ല. ആ 1.5 വർഷം കൂടെ ഒന്ന് ക്ഷമിച്ചിരിക്കാൻ വയ്യായിരുന്നു. ഈ ആർക്കാണ് ഇത്ര അസഹ്യത അദ്ദേഹത്തോട്? കേഡറായിട്ട് സെമി കേഡർ പാർട്ടിയായിട്ട് കൊണ്ടുവന്നതല്ലേ. അദ്ദേഹം ഒരു നാടൻ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണോ? അതാണോ ഡിസ്ക്വാളിഫിക്കേഷൻ? അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ തൂവുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അതിലിങ്ങനെ പൊടി പോലും പറ്റാതെ ഇങ്ങനെ ടിപ്പിൽ ഇങ്ങനെ നടക്കുന്ന ആളൊന്നുമല്ല. ഒരു നാടനാണ്, നാട്ടുകാരെ പോലെ സംസാരിക്കുന്ന ആളാണ്. ദേഷ്യം അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നു. അതൊരു കുറ്റമാണോ? എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ കുറ്റമാണെന്ന്. കണ്ടോ, ഇതിപ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ, ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറയുന്നത് ഒരു പാർട്ടിക്ക് ഭൂഷണമാണോ? UDFിന് ഭൂഷണമാണോ? മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ പ്രതികരിക്കത്തില്ലേ? ചൊവ്വ നേരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കോൺഗ്രസിന് എന്ന് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ചിലപ്പം
പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം ചിലപ്പോൾ കലഹമായിട്ട് വരും. ആ കലഹം വന്നു കഴിഞ്ഞാൽ അവർ പോകും. അവർ LDFിലേക്ക് ചേക്കേറും. കാരണം ഇനി അധികാരത്തിലില്ലാതിരിക്കാൻ അവർക്ക് പറ്റില്ല. കോൺഗ്രസിൻ്റെ ആശാന്മാരാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത്, ഞാനല്ല ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ LDF ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്ത് അവർ ഈ ശബരിമല വിഷയം ഒരു മതപരമായ വിഷയം തന്നെയാണ്. ആ ഒരു വിഷയം ഇപ്പോൾ UDFിലും ഉണ്ടാകുന്നു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ ഒരു പ്രതികരണത്തിലൂടെ ഉയരുന്നത്. അപ്പോൾ എന്തായാലും താൻ തഴയപ്പെട്ടു എങ്കിലും താൻ പാർട്ടിയുടെ നല്ലൊരു പ്രവർത്തനമായി തന്നെ തുടരും, താൻ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അബിൻ വർക്കി ഉള്ളുനീറി പറയുന്നുണ്ട്. എന്നാലും അബിൻ വർക്കി മുന്നോട്ട് വെച്ച ആ ഒരു വാദം അത് വളരെ കോൺഗ്രസിന് നേരെ എപ്പോഴും ഒരു കൂരമ്പ് പോലെ, സാറ് പറഞ്ഞതുപോലെ കൂരമ്പ് പോലെ നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു പ്രസ്താവന എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കുമെന്ന് വരും ദിവസങ്ങൾ നോക്കിയറിയാം അല്ലേ? മറ്റെന്തെങ്കിലും സാറിന് പങ്കുവയ്ക്കാനുണ്ടോ ഈ ഒരു? ഇല്ലില്ല, കോൺഗ്രസ് അത് മൈറ്റിഗേറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ബാലൻസ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയതുപോലെ അബിൻ വർക്കി ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അത് വീണ്ടും ഒരു സെൽഫ് ഗോൾ അടിയായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയാണോ ഈ ഒരു സ്ഥാനത്ത് രാഹുൽ എങ്ങനെയായിരുന്നു? അത് പകരക്കാരനായിട്ട് വന്ന വ്യക്തിയും അത്രത്തോളം മികച്ചതായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ജനീഷിനെ അറിയില്ല കേട്ടോ. നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രങ്ങളിലൂടെ ഒന്നും അറിയപ്പെടുന്ന ആളല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സംഘാടകനാണെന്ന് നമുക്കത് പറയാം. അദ്ദേഹത്തിനെ പറ്റി സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തിട്ട് ഇനി കാണണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരട്ടെ. ദ ടേസ്റ്റ് ഓഫ് പുഡിങ് ഈസ് ഇൻ ഈറ്റിംഗ് എന്നാണല്ലോ, നമുക്ക് കാണാം. അത് നന്നായി വരട്ടുന്നതന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഏത് മതമാണെന്ന് എനിക്കറിയില്ല, ഏത് മതമായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വെച്ച് ഞാൻ വിലയിരുത്തും. മതം നോക്കി ഒരിക്കലും വിലയിരുത്തുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ രാജേന്ദ്രൻ പന്തള സാർ. വളരെയധികം നന്ദി.